താറാവിൻ്റെ ഇത് ഇങ്ങനെ തൊലി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മറ്റേ ഒരു പരുക്കം പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കാണുമ്പോഴത്തേനും കഴിക്കാൻ തോന്നത്തില്ല. ആ ചേച്ചിയെ പിന്നെ പാറൂന് എക്സാം അല്ലേ, അവൾ എങ്ങനെയുണ്ട് ചേച്ചി, പഠിക്കാൻ മടിയാണോ? പഠിക്കാൻ മടിയൊന്നുമില്ല. നാളെ മലയാളമാണ് എക്സാം. അപ്പം അപ്പോഴ് എക്സാമിന് അവർ നേരത്തെ LKG ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടഫും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള വെർബലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും. പിന്നെ പായും തായും റായും നായും രായും ആണ് എഴുതാൻ പഠിപ്പിച്ചത്. അതെല്ലാം അവൾ എഴുതുന്നുണ്ട്. രാ കുറച്ച് പാടാണ്, ബാക്കിയെല്ലാം എഴുതും. പിന്നെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ എല്ലാം അവൾ പറയും, ആൻസർ എല്ലാം പറയും. ഇവിടെ എല്ലാം പറയുന്നുണ്ട്. ഇനി സ്കൂളിലെ എക്സാമിന് എങ്ങനെയായിരിക്കും എന്നറിയില്ല. ഇത്രയും ദിവസം സ്കൂളിൽ എല്ലാം പറയുന്നുണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്. ഇനി എക്സാമിൻ്റെ സമയത്ത് ഇനിയിപ്പോൾ എന്ത് രീതിയിലാവുമെന്ന് അറിയത്തില്ല. നാളെ മാത്സാണ്. റിവിഷനൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ എല്ലാം നോക്കിയായിരുന്നു. എല്ലാം പറയുന്നുള്ളത് കൊണ്ട് പിന്നെയും പിന്നെയും ഇരുത്തി ഞാൻ പറയിപ്പിക്കുന്നില്ല. രാത്രി ഒരു വട്ടം കൂടി ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കണം. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ എക്സാമിന് പറഞ്ഞു വിടും, അത്രേ ഉള്ളൂ. ആഷി ഹായ്. ഇറച്ചി വളരെ കുറവായിരിക്കും, എല്ലുണ്ട് കുറേ. അതെ, ബട്ട് അത് ടേസ്റ്റാണ്. അതെ, കഴിക്കുന്നവർക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം ബീഫും അങ്ങനെ കഴിക്കത്തില്ലായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം കഴിച്ചു നോക്കിയപ്പോഴത്തേനും ഇഷ്ടപ്പെട്ട. അങ്ങനെ എപ്പോഴെങ്കിലും കഴിച്ച് നോക്കി കഴിക്കണം. ചേച്ചി മാർക്ക് കുറഞ്ഞാൽ വഴക്ക് പറയില്ല. LKG പഠിക്കുന്ന കൊച്ചിന് എന്നാ മാർക്ക് കുറഞ്ഞിട്ട് എന്നാ വഴക്ക് പറയാനാ? അങ്ങനെയൊന്നുമില്ല. 10 മിനിറ്റ്. രാഹുൽ രാജ് ഹായ്, സുഖാണോ? എടാ ഞാൻ നിനക്ക് തന്നെയല്ലേ ഇത്ര നേരം ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും ആയിരിക്കുന്നു. എടാ മാർക്ക് കുറയുമ്പോഴത്തേനും വഴക്ക് പറയും ചോദിച്ചാൽ, നമ്മളിപ്പം അവള് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. അപ്പം എന്തെങ്കിലും ഒരു ഇത് നന്നായിട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും LKG തന്നെ ഇരുത്താനായിട്ട് പറയും. അതൊരു കാര്യം. അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നമ്മൾ വർഷത്തിൽ ഫീസൊക്കെ കൊടുത്ത് ഇത്ര രൂപ ഫീസൊക്കെ കൊടുത്ത് പഠിപ്പിക്കുന്നതല്ലേ. അപ്പം നമ്മൾ വീണ്ടും വീണ്ടും LKG തന്നെ ഇരുത്തുമ്പോഴത്തേനും നമുക്ക് വീണ്ടും ഒരു വർഷം വേസ്റ്റ് ആവും. അപ്പം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതേ എൻ്റെ അമ്മ നേരെ തിരിച്ചായിരുന്നു പണ്ട്. ആണോ? അമ്മ വഴക്ക് പറയുമോ? ഇത് വഴക്ക് പറയുന്ന കേസല്ലടാ. നമ്മൾ വീണ്ടും പ്രൈവറ്റ് ആയതുകൊണ്ടേ വീണ്ടും വീണ്ടും അവർ നന്നായിട്ട് പഠിച്ച് എക്സാം പാസ്സായിട്ടില്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും ഇരുത്തും. പിന്നെ നമ്മുടെ പൈസ പോകും. അതിനേക്കാളും ഭേദം നമ്മൾ പഠിപ്പിച്ചെടുത്തിട്ട് ജയിപ്പിച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് തന്നെയാണ് നല്ലത്. പിന്നെ വേറെ ഏതോ സ്കൂളിൽ നിന്ന് എക്സാമിന് വരുന്നുണ്ട്. അത് ഓഗസ്റ്റിലല്ല, ഒക്ടോബറിലാണ്. അതിന് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നു. അത് പുറത്തുനിന്നാണ് എക്സാമിന് ആൾ വരുന്നത്. അപ്പം അതും ഉണ്ട്. അത് നമ്മുടെ ഇങ്ങനെ ഈ എന്താണ് പിക്ചേഴ്സൊക്കെ അവർ ചോദിക്കുന്ന പിക്ചേഴ്സൊക്കെ തൊട്ട് കാണിക്കാനായിട്ടും പിന്നെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട്, അത് സ്കോളർഷിപ്പിൻ്റെ ബേസിൽ അങ്ങനത്തെ ഒരു സംഭവം. അത് ഒക്ടോബറിലുണ്ട്. അത് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊരു 20 ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും. അപ്പം അതും പഠിക്കണം. അങ്ങനെ കുറേ ഉണ്ട്. പഠിച്ചില്ലെങ്കിൽ വഴക്ക് പറയുമായിരുന്നു. ഹായ് ദിവാകർ, സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ചായ കുടിച്ചോ? ഹായ് ഷമീർ ഹായ്, സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞായറാഴ്ചയായിട്ട് എന്തൊക്കെയാണ് പരിപാടി? ശ്രീചിത്ത അനുമോൾ സോറി. കണ്ണൻ ഹായ് കണ്ണൻ, സുഖാണോ? എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വിളിക്കുന്നവർ കണ്ണൻ എന്നാണ്. ഇപ്പം ആരും വിളിക്കാറില്ല, അടുത്തറിയാവുന്നവർ മാത്രം വിളിക്കും. വേറെ ഉള്ളവർക്കൊന്നും അറിയത്തില്ല. വേറെ ഉള്ളവർക്കൊക്കെ രഞ്ജിത്തെന്ന് പറഞ്ഞാൽ പോലും അറിയത്തില്ല ഇവിടെ ഉള്ളവർക്ക്. പിന്നെ ചേച്ചി നിന്ന് ഞാൻ പോവാ. ബൈ. എവിടെ പോണു? ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവാണോ? എല്ലാവരും ലൈക്ക് പോണവരൊക്കെ ലൈക്ക് അടിച്ചിട്ട് പോകട്ടോ. ഹായ് വൈക്കംകാരൻ ഹായ്. ഞാൻ കോട്ടയമാണ്. ഇപ്പം ട്രിവാൻഡ്രത്താണ്. വൈക്കത്ത് എങ്ങനെയാണ് ഉത്സവമൊക്കെ തുടങ്ങാറായോ?